ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കോൺക്രീറ്റിൻ്റെ അകത്ത് ബോക്സുകൾ കാര്യങ്ങൾ എല്ലിക്ക് ബോക്സുകൾ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അതെങ്ങനെ കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കമ്പിയുടെ അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റീൽ വരുന്നുണ്ട്, അതിൻ്റെ ഏറ്റവും താഴെയായിട്ടാണ് ഈ ബോക്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തട്ട് പൊളിച്ച് കഴിയുന്ന സമയത്ത് ഈ സീലിംഗ് എന്ന് പറയുന്ന ഈ ബോക്സ് നമുക്ക് ഏറ്റവും താഴെ ആയിരിക്കണം, അതായത് ഏറ്റവും താഴെ നമുക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തട്ടിനോട് ചേർത്താണ് ഈ പറയുന്ന ബോക്സ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ കമ്പിയുടെ സെൻറ്ററിലല്ല കൊടുക്കേണ്ടത്, കമ്പിയുടെ ഏറ്റവും താഴെയാണ് കൊടുക്കേണ്ടത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹുക്കുകൾ, ഫാനിൻ്റെ ഹുക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫാനിൻ്റെ ഹുക്ക് നമ്മൾ കൊടുത്തേക്കുന്ന പൈപ്പാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ബോക്സ് കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ 2 ലൈറ്റ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരെ എവിടെയാണോ എവിടെയാണോ മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ആ പറയുന്ന ബോക്സ് കമ്പിയുടെ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ, അതിനുശേഷം പൈപ്പ് അതിൻ്റെ സെൻറ്റർ 2 കമ്പികളുടെ ലെയർ വരുന്നുണ്ട്, അതിൻ്റെ കമ്പിയുടെ ഉള്ളിലൂടെ വേണം പൈപ്പ് കൊണ്ടുപോകാനായിട്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടോ, ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ, അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ചവിട്ടി പൊട്ടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചവിട്ടി പൊട്ടാൻ ചാൻസ് ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ അത് ഞെങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഞെങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1 വയറോ 2 വയറോ മാക്സിമം വരുള്ളൂ. ചിലപ്പോൾ സർക്യൂട്ടോ അതല്ലെങ്കിൽ ആ സ്പ്രിങ് എന്തെങ്കിലും മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന വലിക്കാൻ ഉപയോഗിക്കുന്ന സ്പ്രിങ് മാത്രം ജസ്റ്റ് കടന്നു പോകും, ആ വയറ് വരുന്നത് അവിടെ ടൈറ്റായിട്ട് നിൽക്കും. അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൈപ്പ് ഇടുന്ന സമയത്ത് പൈപ്പ് നമ്മുടെ കമ്പിയുടെ ഏറ്റവും താഴെ ഇടാതിരിക്കുക, അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ഇടാതിരിക്കുക. കറക്റ്റ് 2 കമ്പികൾ വരുന്നുണ്ട്, 2 ലെയർ ആയിരിക്കും വരുന്നത്. അതായത് 6 ഇഞ്ച് കനം അല്ലെങ്കിൽ 4 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് കനം വരുന്ന വാർക്കയാണെങ്കിൽ ഏറ്റവും താഴെ ഒരു കമ്പി ഉണ്ടാവും, ഏറ്റവും മുകളിൽ ഒരു കമ്പി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൂടെ ആയിരിക്കണം നമ്മുടെ പൈപ്പുകളെല്ലാം പോവേണ്ടത്. ആ പൈപ്പുകളെല്ലാം പോയതിന് ശേഷം ഏറ്റവും താഴെ കണ്ടോ, ആ LED ബോക്സ് നമ്മൾ കൊടുത്തിരിക്കുന്ന സാധനം ചെറിയൊരു ഓപ്പോസിറ്റ്, അതായത് ഒരു എസ് പോലെ പൈപ്പ് വളച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഏറ്റവും താഴെ നമ്മൾ ഏറ്റവും താഴെയുള്ള കമ്പിയുടെ താഴെ നമ്മൾ പൈപ്പ് ഇട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, ജസ്റ്റ് ചവിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, ചവിട്ടി പൊട്ടി പോകാനും പ്ലിങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്, ഞെങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ തട്ട് പൊളിക്കുന്ന സമയത്ത് ഈ പൈപ്പായിരിക്കും ഏറ്റവും താഴെ പൈപ്പ് ലെയറായിട്ട് കാണാൻ സാധിക്കും. പ്ലാസ്റ്റിക് കഴിയുന്ന സമയത്ത്, കുറേ നാൾ കഴിയുന്ന സമയത്ത് അവിടെ നിന്നും പതുക്കെ തേപ്പ് വിട്ടുപോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പ് ഇടുന്നത്. 2 ലെയർ സ്റ്റീലിൻ്റെ 2 ലെയറിൻ്റെ ഉള്ളിലൂടെയാണ് പൈപ്പ് ഇടുന്നതെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തുള്ളൂ, നമ്മൾ LED ബോക്സ് നമ്മൾ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, റൂമിലാണെങ്കിൽ മിനിമം ഒരു 4 എണ്ണം 4 കോർണറിലായിട്ട് ഈക്വലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ ഏറ്റവും കമ്പികളുടെ താഴെ നമ്മൾ കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വരുന്ന പൈപ്പുകളെല്ലാം തന്നെ അത്യാവശ്യം ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഇത് നമ്മൾ വൈബ്രേറ്റ്, അതായത് ഓൾറെഡി നമ്മളിത് വർക്ക് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്റ് ഇടുന്ന സമയത്ത് ആ പൈപ്പ് ഈ പറയുന്ന ബോക്സിൽ നിന്ന് ഊരിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വാർക്കയിൽ പൈപ്പ് ഇടേണ്ട ഡീറ്റെയിൽസ് ആയിട്ട് അറിയണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.